പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി സാമൂഹിക നിരീക്ഷകനുമായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരിസ്ഥിതി സംബന്ധമായ പുസ്തകങ്ങൾ എഴുതുകയും ഗവേഷണങ്ങൾ നടത്തുകയും പശ്ചിമഘട്ടത്തിൻ്റെ ലോലമേഖലകളെക്കുറിച്ച് അതീവ ഗൗരവതരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ് മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും അത് പിന്നീട് വിവാദമായി മാറുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് മാധവ് ഗാഡ്ഗിലൊക്കെ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് പ്രകൃതിയുടെ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. പ്രമുഖ പരിസ്ഥിതി വിദഗ്ധനായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. 83 വയസ്സായിരുന്നു. പൂനെയിലായിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെ ജനനം. ഒട്ടേറെ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തിയ ഒരു എക്കോളജിസ്റ്റിനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മാധവ് ഗാഡ്ഗിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പരിസ്ഥിതി ശാസ്ത്രത്തിൽ തന്നെ അദ്ദേഹം അക്കാദമിക് ആയിരുന്നു. അതിനുശേഷം പരിസ്ഥിതി സാമൂഹിക ശാസ്ത്രത്തിൽ സോഷ്യൽ ഇക്കോളജിയിൽ നിർണായകമായ ഒരുപിടി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭാരതത്തിൽ അങ്ങോളം ഗവേഷകരും അധ്യാപകരും നിയമജ്ഞരുമായി ഒപ്പം തന്നെ NGOകളുമായിട്ടൊക്കെ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു അക്കാദമിക് വിദഗ്ധനാണ് മാധവ് ഗാഡ്ഗിൽ. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഫിഷേർഡ് ലാൻഡ് എന്നറിയപ്പെടുന്ന, അതായത് പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ വികസനത്തിന് വേണ്ടി ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി എങ്ങനെ തിരിച്ചടിക്കുന്നു, പ്രകൃതിയുടെ ജൈവ വൈവിധ്യം ജൈവ സമ്പത്ത് എങ്ങനെ ദുരുപയോഗപ്പെടുന്നു, എന്താണ് പരിസ്ഥിതി ലോല മേഖലകളിൽ നമ്മൾ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു എന്ന വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്താ പ്രഭാതത്തിൽ വളരെ വേദനയോടുകൂടി അറിയിക്കുന്നു. പശ്ചിമഘട്ട ജൈവ വിദഗ്ധ സമിതിയുടെ തലവനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ഇനിയില്ല. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യമെന്നറിയുന്നു. 83 വയസ്സായിരുന്നു. എവിടെ വെച്ചായിരുന്നു അന്ത്യം നോബൽ മാരിക്കാരൻ? എപ്പോഴാണ് ഈ വാർത്ത നമ്മൾ സ്ഥിരീകരിച്ചത്? അരുൺ, അല്പം മുമ്പാണ് മാധവ് ഗാഡ്ഗിൽ മരിച്ചു എന്ന വാർത്ത, അന്തരിച്ചു എന്ന വാർത്ത എന്താണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. 83 വയസ്സായിരുന്നു. പൂനെയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രധാനമായും അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ചികിത്സയിൽ ആയിരുന്നു. അതിന് പിന്നാലെയാണ് രോഗം മൂർച്ഛിക്കുകയും ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതാണെങ്കിലും പരിസ്ഥിതി മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. നമുക്കറിയാം, പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊപ്പം അദ്ദേഹം പുറത്തേക്ക് വിട്ട റിപ്പോർട്ടൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയും കേരളത്തിലടക്കം അത് വലിയ പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത് നമുക്ക് സുപരിചിതമാണ്. അങ്ങനെയാണ് മാധവ് ഗാഡ്ഗിലിന്റെ പ്രവർത്തനങ്ങളെ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് പരിചയപ്പെടുകയും അത്തരത്തിൽ കേരളത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അദ്ദേഹത്തിന്റെ കുറിച്ച് പഠിക്കാനുള്ള അവസരമൊക്കെ എല്ലാവർക്കും വന്നത്. എന്താണെങ്കിലും പശ്ചിമഘട്ടത്തിന്റെയും പരിസ്ഥിതിയുടെയും ഒക്കെ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ പോരാട്ടങ്ങൾക്ക് അപ്പോൾ അന്ത്യം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പൂനെയിലെ ആശുപത്രി വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് അവിടുന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. 83 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സ, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശ്വാസം എടുക്കുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കുന്നതിനായുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയടക്കം അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് മാധവ് ഗാഡ്ഗിൽ. അത്തരത്തിൽ വരുന്ന തലമുറയെ കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ പരിസ്ഥിതി സംരക്ഷണം, അതോടൊപ്പം തന്നെ വികസനം, അതോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങൾ ഒക്കെ വേണം എന്ന് പറയുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് റിപ്പോർട്ടായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ആളാണ് മാധവ് ഗാഡ്ഗിൽ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ആധുനിക ഇന്ത്യക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഇത്ര ആഴത്തിൽ ചിന്തിച്ച ഒരു വ്യക്തി തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ എന്താണെങ്കിലും വിട പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന് ഒരു തീരാനഷ്ടം തന്നെ വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് പരിസ്ഥിതി മേഖലയ്ക്ക്, പരിസ്ഥിതി പ്രവർത്തകർക്ക് ഏറെ ഇഷ്ടമുള്ള, പരിസ്ഥിതിയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ആൾ കൂടിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചു എന്ന വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. 83 വയസ്സായിരുന്നു. അരുൺ, പരിസ്ഥിതി സാമൂഹ്യ ശാസ്ത്ര മേഖലയിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ പ്രശസ്തമായ ഗവേഷണ കൃതികളൊക്കെ പരിസ്ഥിതി ശാസ്ത്രം പഠിക്കുന്നവർക്ക്, പരിസ്ഥിതി സാമൂഹിക ശാസ്ത്രം സോഷ്യൽ ഇക്കോളജിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നവർക്ക്, ഒപ്പം രാഷ്ട്രമീമാംസയും പരിസ്ഥിതിയുമായി ബന്ധങ്ങൾ പഠിക്കുന്നവരെക്കുറിച്ച്, ഹരിത രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഒരു റെഫറൻസ് ടെക്സ്റ്റായിരുന്നു മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ വളരെ കൗതുകമാണ്. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. TV പ്രസാദ്, വെറും പരിസ്ഥിതി ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, പരിസ്ഥിതി സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന് വേണം നമുക്ക് മാധവ് ഗാഡ്ഗിലിനെ വിശേഷിപ്പിക്കാൻ. ഒപ്പം തന്നെ അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ജനകീയാസൂത്രണവും താഴെത്തട്ടിലുള്ള മനുഷ്യരുമായി സംവദിച്ചുകൊണ്ട് മാത്രമേ രാഷ്ട്രീയവും ഒപ്പം തന്നെ സാമൂഹിക നീതിയും പരിസ്ഥിതി നീതിയും ഒക്കെ വിതരണം ചെയ്യപ്പെടുകയുള്ളൂ എന്ന് വാദിച്ച പരിസ്ഥിതി സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ.
ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിലുണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതാണ്. മാധവ് ഗാഡ്ഗിൽ മായുമ്പോൾ പശ്ചിമഘട്ടത്തെ സ്നേഹിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്ക് ഒരു തീരാ നോവ് കൂടിയായി മാറുകയല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, പ്രകൃതിയെ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ പേരൊക്കെ എടുത്ത് പറയുമ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ പേരാണ് കേരളത്തിന് ഏറെ സുപരിചിതരായത്. 12-ലധികം വലിയ ഗവേഷകരെല്ലാം ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ചതെങ്കിൽ കൂടിയും ആ റിപ്പോർട്ട് അറിയപ്പെടുന്നത് തന്നെ മാധവ് ഗാഡ്ഗിലിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. നമ്മുടെ പശ്ചിമഘട്ടം നിലനിൽക്കണമെങ്കിൽ ഇനി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞതോടുകൂടിയാണ് മാധവ് ഗാഡ്ഗിൽ വലിയ തോതിൽ വിമർശന വിധേയനാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ മാധവ് ഗാഡ്ഗിലാണ് ശരിയെന്ന് പല തവണയായി പല ഇടങ്ങളിലായി നമ്മുടെ പല പരിസ്ഥിതി ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുമുള്ളതാണ്. അതായത് പശ്ചിമഘട്ടത്തിനെ അത്രമേൽ നോവിക്കുന്ന വലിയ പാറക്കോറികൾ, പടുകൂറ്റൻ നിർമ്മാണങ്ങൾ, പശ്ചിമഘട്ടത്തിന് താങ്ങാൻ പറ്റാവുന്നതിലും എത്രയോ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതൊന്നും താങ്ങാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മലയോര മേഖലയിലെ വലിയൊരു വിഭാഗം മാധവ് ഗാഡ്ഗിലിനെതിരെ ഒറ്റക്കെട്ടായി ആ റിപ്പോർട്ടിനെതിരെ സംഘടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തെരുവിൽ അപ്പാടെ സമരങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. കോഴിക്കോട്ട് താമരശ്ശേരിയിലൊക്കെ നടത്തിയ സമരങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. വലിയ തോതിൽ അക്രമാസക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ നിലപാടിൽ നിന്ന് മാധവ് ഗാഡ്ഗിൽ ഒരിക്കലും പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് അരുൺ. കാരണം പ്രകൃതിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം പശ്ചിമഘട്ടം ഇതേ രീതിയിൽ നിലനിന്നില്ല എങ്കിൽ അത് നമ്മുടെ ഭാവിയിലുള്ള മനുഷ്യരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് കൃത്യമായി പഠിച്ച് എഴുതി എന്നുള്ളതാണ്, പഠിച്ച് തയ്യാറാക്കി എന്നുള്ളതാണ്. അതിനൊരുപാട് വസ്തുതകളും അതുപോലെ ഒരുപാട് ശാസ്ത്രീയ അടിത്തറയുടെയും സഹായത്തോടെയൊക്കെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. കേരളത്തിലെ പശ്ചിമഘട്ടം ഷെയർ ചെയ്യുന്ന ഭാഗങ്ങൾ അത് ഇനി വലിയ നിർമ്മാണങ്ങളില്ലാതെ സംരക്ഷിക്കണം എന്നുള്ള മാധവ് ഗാഡ്ഗിലിൻ്റെ നിലപാടിൽ ഒരിക്കലും മാധവ് ഗാഡ്ഗിൽ വെള്ളം ചേർത്തില്ല എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ മാധവ് ഗാഡ്ഗിലിനെ ഒരു പരിസ്ഥിതി തീവ്രവാദിയാണെങ്കിൽ പറയാം. അതായത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാതെ പരിസ്ഥിതിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉടനീളം സമർപ്പിച്ച ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് മാധവ് ഗാഡ്ഗിലിനെ പറയാം. ഉറപ്പായും മലയാളികൾ മാധവ് ഗാഡ്ഗിലിനെ ഓർമ്മപ്പെടുത്തുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ, പശ്ചിമഘട്ടത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മാധവ് ഗാഡ്ഗിലിൻ്റെ പേരും ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അരുൺ.